ഇന്ത്യയുടെ HALന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഓർഡർ 62,700 കോടി രൂപയുടെ റെക്കോർഡ് പ്രതിരോധ കരാറിനാണ് സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്ന് പ്രജന്ത് എന്നറിയപ്പെടുന്ന 156 തദ്ദേശീയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിന് വേണ്ടി 62,700 കോടി രൂപയുടെ റെക്കോർഡ് ഓർഡറാണ് ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിൽ 90 ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ സൈന്യത്തിനും 66 ഇന്ത്യൻ വ്യോമസേനയ്ക്കും ലഭിക്കും. ഉയർന്ന ഉയരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പ്രജന്ത് 5000 മീറ്റർ ഉയരത്തിൽ പറന്നുയരാനും ഇറങ്ങാനും കഴിവുള്ള ലോകത്തിലെ ഏക ആക്രമണ ഹെലികോപ്റ്ററാണ്. ഇത് സിയാച്ചിൻ ഹിമാനിയും കിഴക്കൻ ലഡാക്കും പോലുള്ള പ്രദേശങ്ങളിൽ വിന്യസിക്കാൻ അനുയോജ്യമാണ്. വായുവിൽ നിന്ന് വായുവിലേക്കും വായുവിൽ നിന്ന് കരയിലേക്കും തൊടുക്കാവുന്ന മിസൈലുകൾ ഉൾപ്പെടെയുള്ള നൂതന ആയുധങ്ങളാണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടാതെ സ്റ്റെൽത്ത് ശേഷിയും രാത്രിയിലെ ആക്രമണത്തിന് ആവശ്യമായ സവിശേഷതകളും ഇതിലുണ്ട്. നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ സംരംഭവുമായിട്ടാണ് ഈ കരാർ മുന്നോട്ട് പോകുന്നത്. ഈ കരാർ ഇന്ത്യയുടെ എയറോസ്പേസ് ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചൈനയുമായും പാകിസ്ഥാനുമായും അതിർത്തികളിൽ ഇന്ത്യയുടെ ഈ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പായി മാറുന്ന ഈ സംയുക്ത ഏറ്റെടുക്കൽ പ്രക്രിയയ്ക്ക് IAF നേതൃത്വം നൽകുന്നു. അതുപോലെ തന്നെ നമ്മുടെ DRDO ഇപ്പോൾ ഒരു വൻപൻ പദ്ധതിയുമായി മുന്നോട്ട് പോകുകയാണ്. അതായത് ഒരു ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ നിർമ്മിക്കാനുള്ള ഒരു അഭിലാഷ പദ്ധതിയുമായിട്ടാണ് നമ്മുടെ DRDO മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന അന്തർവാഹിനി ടോർപിഡോ ട്യൂബുകളിൽ നിന്ന് നേരിട്ട് വിക്ഷേപിക്കാവുന്ന 1500 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള ഒരു ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ അഥവാ LACM നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇത് നിർമ്മിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ തദ്ദേശീയ സാങ്കേതിക ക്രൂയിസ് മിസൈൽ പ്രോഗ്രാമിന്റെ പിന്തുണയോടുകൂടിയാണ്. ഇന്ത്യൻ നാവികസേനയുടെ അണ്ടർ വാട്ടർ സ്ട്രൈക്ക് കഴിവുകളിൽ വിപ്ലവം സൃഷ്ടിക്കും ഇത് എന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നിലവിലുള്ള കിലോ കൽവരി ക്ലാസ് അന്തർവാഹിനികൾ പ്രൊജക്ട് 75I പ്രകാരം വരാനിരിക്കുന്ന ജർമ്മൻ U214NG ബോട്ടുകൾ 2030 ശേഷം വിന്യാസത്തിനായി ഉദ്ദേശിക്കുന്ന തദ്ദേശീയമായി നിർമ്മിച്ച പ്രൊജക്ട് 76 ആണവോർജ്ജത്തിൽ പ്രവർത്തിപ്പിക്കുന്ന SSN പ്രോഗ്രാമുകൾ എന്നിവയ്ക്ക് വേണ്ടി ഈ മിസൈലിന്റെ രൂപകൽപ്പന സഹായിക്കുമെന്നാണ് DRDO പറയുന്നത്. നാവികസേനയുടെ വിപുലീകൃത ശ്രേണിയുടെ ആവശ്യം നിറവേറ്റുന്നതിനായി ചെറിയ രൂപകൽപ്പന മാറ്റങ്ങൾ നടക്കുന്നതിനാൽ തന്നെ 2028ഓടെ ഈ LACM ഒരു ഗെയിം ചേഞ്ചറായി മാറുകയും ചെയ്യും. സബ്സോണിക് നിർഭയെ ITCM കുടുംബത്തിന്റെ പരിണാമമായ ഈ മിസൈൽ GTREയിൽ നിന്നുള്ള തെളിയിക്കപ്പെട്ട സ്മോൾ ടർബോഫാൻ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഇത് 2013 മുതൽ നിരവധി വികസന പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ 20ലധികം നൂതന നാവിഗേഷൻ സംവിധാനങ്ങളും മെച്ചപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന അന്തർവാഹിനി കപ്പലുകളിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് പരമ്പരാഗത ഡീസൽ, ഇലക്ട്രിക്, ന്യൂക്ലിയർ ആക്രമണ അന്തർവാഹിനികളിൽ നിന്ന് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. 2028ഓടെ വിക്ഷേപിക്കപ്പെടുന്ന അന്തർവാഹിനികളിൽ ഈ LACMകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യയുടെ തീരപ്രദേശത്തിന്റെ ഏറ്റവും ദൂരത്തു നിന്ന് വിക്ഷേപിച്ചാൽ ചൈനയെ മുഴുവൻ ഇന്ത്യയുടെ ആക്രമണ പരിധിക്കുള്ളിൽ എത്തിക്കാൻ സജ്ജമായ ഇന്ത്യയുടെ 6000 മുതൽ 8000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള K5 SLBM മിസൈലിന്റെ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലിന്റെ പ്രധാന ഘടകങ്ങൾ ഇന്ത്യ അനാച്ഛാദനം ചെയ്തു. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ അണ്ടർ വാട്ടർ കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായിട്ട് വേണം ഇതിനെ കാണാൻ. മിസൈലിന്റെ കാനിസ്റ്റർ, നോസ് ക്യാപ്പ്, ടോറന്റൽ എയർ ബോട്ടിൽ, TOR ഗ്യാസ് ജനറേറ്റർ കേസ് എന്നിവയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഇനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അടുത്ത തലമുറ ആയുധ സംവിധാനത്തിന് പിന്നിലെ നൂതന എഞ്ചിനീയറിംഗിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ ഒരു കഴിവിന്റെ അപൂർവമായ കാഴ്ചയാണ് ഇത് നൽകുന്നത്. 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നൂതന S4 ക്ലാസ് അന്തർവാഹിനികളെ ആയുധമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരുങ്ങിയിരിക്കുന്നത്. ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡിനെയും സെക്കൻഡ് സ്ട്രൈക്ക് ശേഷിയെയും ഇത് കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. പേലോഡ് ഭാരത്തെ അടിസ്ഥാനമാക്കി ഇത് ക്രമീകരിക്കാൻ സാധിക്കും. 6000 മുതൽ 8000 കിലോമീറ്റർ വരെ പരിധിയുള്ള ഈ മിസൈൽ തീരദേശ ജലത്തിന്റെയോ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയോ സുരക്ഷയിൽ നിന്ന് ചൈന ഉൾപ്പെടെ വിശാലമായ ദൂരങ്ങളിലുള്ള എതിരാളികളെ ലക്ഷ്യമിടാൻ ഇന്ത്യയെ പ്രാപ്തമാക്കും. അതായത് ഇന്ത്യയുടെ തന്ത്രപരമായ വ്യാപ്തി നിലവിലെ അണ്ടർ വാട്ടർ മിസൈൽ ശേഷികൾക്ക് അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുക എന്നതാണ് ഈ K5 കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ ഈ മിസൈലിന്റെ നിർണായകമായ ഒരു ഘടകമാണ് കാനിസ്റ്റർ. മുങ്ങിക്കിടക്കുന്ന അന്തർവാഹിനിയിൽ നിന്ന് മിസൈലിന്റെ സുരക്ഷിതമായ സംഭരണം, ഗതാഗതം, തണുത്ത വിക്ഷേപണ ശേഷി എന്നിവയാണ് ഇതുകൊണ്ട് ഉറപ്പാക്കുന്നത്. അതുപോലെ ഇതിന്റെ സ്റ്റെൽത്ത് മെച്ചപ്പെടുത്തുന്നതിന് റോക്കറ്റ് മോട്ടോർ ജ്വലിക്കുന്നതിന് മുമ്പ് മിസൈൽ അതിന്റെ ട്യൂബിൽ നിന്ന് വാതകമർദ്ദം ഉപയോഗിച്ച് പുറന്തള്ളപ്പെടുന്ന ഈ കോൾഡ് ലോഞ്ച് സാങ്കേതികത ആധുനിക SLBM സിസ്റ്റങ്ങളുടെ മുഖമുദ്രയായ താപശബ്ദ സിഗ്നേച്ചറുകൾ കുറയ്ക്കുന്നതിലൂടെ സ്റ്റെൽത്ത് മെച്ചപ്പെടുത്തുന്നു. ടോറന്റിയൽ എയർബോട്ടിലും TOR ഗ്യാസ് ജനറേറ്റർ കേസിംഗും ഈ സംവിധാനത്തെ കൂടുതൽ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു ശ്രദ്ധേയമായ ഘടകമാണ് നോസ് ക്യാപ്പ്. ഇത് ഇരട്ട പങ്കാണ് വഹിക്കുന്നത്. അതായത് വെള്ളത്തിനടിയിൽ കയറുമ്പോൾ മിസൈലിന്റെ വാർഹെഡിനെ സംരക്ഷിക്കുക,
അന്തരീക്ഷ പറക്കലിലേക്ക് സുഗമമായ പരിവർത്തനം അനുവദിക്കുന്നതിന് ഉപരിതലത്തിലേക്ക് ഉയരുമ്പോൾ വേർപെടുത്തുക എന്നതാണ് ഇത് ചെയ്യുന്നത്. 3 ഘട്ടങ്ങളായിട്ടുള്ള ഒരു ഖര ഇന്ധന മിസൈലാണ് K5. ദൂരപരിധി, പേലോഡ് ശേഷി, വിശ്വാസ്യത എന്നിവ സന്തുലിതമാക്കുന്ന ഒരു കോൺഫിഗറേഷൻ എന്ന് വേണം പറയാൻ. പ്രകടനം ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനായി ഓരോ ഘട്ടവും സൂക്ഷ്മമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആദ്യ ഘട്ടം മിസൈലിനെ വെള്ളത്തിൽ നിന്ന് ബൂസ്റ്റ് ഘട്ടത്തിലേക്ക് തള്ളിവിടുന്നു. രണ്ടാമത്തേത് അതിന്റെ ആരോഹണവും പാതയും നിലനിർത്തുന്നു. മൂന്നാമത്തേത് ഭൂഖണ്ഡാന്തര ദൂരങ്ങളിൽ കൃത്യമായ ലക്ഷ്യം ഉറപ്പാക്കുന്നു. റഷ്യയുടെ R39 SLBM-നെ അപേക്ഷിച്ച് ഏകദേശം 2.45 മീറ്റർ വ്യാസവും 12 മീറ്ററിൽ കൂടുതൽ നീളവുമുള്ള K5 2 ടൺ വരെ പേലോഡ് വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ശക്തമായ സംവിധാനമാണ്. ഈ പേലോഡ് ശേഷി എന്ന് പറയുന്നത് ഒന്നിലധികം സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന റീ എൻട്രി വാഹനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് മിസൈലിനെ ഒറ്റ വിക്ഷേപണത്തിലൂടെ ഒന്നിലധികം ലക്ഷ്യങ്ങളിൽ എത്താൻ സാധിക്കും. ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച അരിഹന്ത് ക്ലാസ് ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളുടെ നൂതന വകഭേദമായ S4 ക്ലാസ് അന്തർവാഹിനികൾ വിന്യസിക്കാനാണ് K5 ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ ഇതിന്റെ അടുത്ത വകഭേദമായ K6 8000 കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള K6 വലിയ S5 ക്ലാസ് SSBNകൾക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംവിധാനങ്ങൾ ഒരുമിച്ച് ഒന്നിലധികം ശ്രേണികളിലും ഭൂമിശാസ്ത്രത്തിലുടനീളമുള്ള ഭീഷണികളെ നേരിടാൻ കഴിവുള്ള ഒരു പാളികളുള്ള അണ്ടർ വാട്ടർ പ്രതിരോധമാണ് ഇന്ത്യക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റൊരു പ്രതിരോധ വാർത്തയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് 2025 ഒക്ടോബർ അവസാനത്തോടെ ഇന്ത്യയിലെ ആദ്യത്തെ തേജസ് മാർക്ക് 2 വിമാനത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ വ്യോമയാന ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായിട്ട് വേണം ഇതിനെ കാണാൻ. 4.5 തലമുറ മൾട്ടി റോൾ യുദ്ധവിമാനം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്ന LCA പ്രോഗ്രാമിലെ ഒരു നിർണായകമായ നിമിഷം. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വിമാനത്തിന്റെ അസംബ്ലിയുടെ 60% ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. ഇനിയുള്ളത് ഉൽപാദനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന നിർണായക ഏവിയോണിക്സും സിസ്റ്റങ്ങളും സംയോജിപ്പിക്കുന്നതിൽ HAL ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇനി സംയോജിപ്പിക്കുന്ന ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും ഏവിയോണിക്സ്, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ, ഉൽപാദനത്തിന്റെ അവസാന ഘട്ടങ്ങൾക്കായി നീക്കിവെച്ചിരിക്കുന്ന മറ്റ് ഉപസിസ്റ്റങ്ങൾ എന്നിവയാണെന്ന് HAL ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ അറേ റഡാർ, അഡ്വാൻസ്ഡ് കോക്ക്പിറ്റ് ഡിസ്പ്ലേകൾ, മെച്ചപ്പെടുത്തിയ ആയുധ സംവിധാനങ്ങളുടെ സംയോജനം എന്നിവയുൾപ്പെടെ വിമാനത്തിന്റെ പ്രവർത്തന ശേഷികൾക്ക് ഈ ഘടകങ്ങൾ നിർണായകമാണ്. 2025 ഒക്ടോബറോടെ HAL വിമാനം 100% തയ്യാറാകാൻ ലക്ഷ്യമിടുന്നു. അതിന്റെ വികസന യാത്രയുടെ അടുത്ത ഘട്ടത്തിന് വഴിയൊരുക്കുന്നു. അതായത് 2025 ഒക്ടോബർ അവസാനത്തോടെ ഉൽപാദനം പൂർത്തിയായ ശേഷം തേജസ് മാർക്ക് 2 ഗ്രൗണ്ട് ലെവൽ പരീക്ഷണം ആരംഭിക്കും. ഈ ഘട്ടത്തിൽ ജനറൽ ഇലക്ട്രിക് F414 എഞ്ചിൻ, ഹൈഡ്രോളിക് സിസ്റ്റങ്ങൾ, ഇലക്ട്രിക്കൽ വയറിംഗ്, ഏവിയോണിക് സംയോജനം എന്നിവയുൾപ്പെടെയുള്ള വിമാനത്തിന്റെ സംവിധാനങ്ങളുടെ കർശനമായ പരിശോധനകളും ഉണ്ടാകും. വിമാനം ആകാശത്തേക്ക് പറക്കുന്നതിന് മുമ്പേ നിലത്ത് പ്രകടനം സാധൂകരിക്കുന്നതിന് ലോ സ്പീഡിലും ഹൈ സ്പീഡിലും ടാക്സി പരീക്ഷണങ്ങൾ ഗ്രൗണ്ട് പരീക്ഷണങ്ങൾക്ക് ശേഷം നടക്കും എന്നും പ്രതീക്ഷിക്കുന്നു. 2026 മാർച്ച് അവസാനത്തോടെ തേജസ് മാർക്ക് 2 അതിന്റെ ആദ്യ പറക്കൽ കൈവരിക്കുക എന്ന അഭിലാഷകരമായ ലക്ഷ്യമാണ് HALും ADAയും നിശ്ചയിച്ചിരിക്കുന്നത്. വ്യോമസേനയുടെ ആധുനികവൽക്കരണ ശ്രമങ്ങളിൽ നിർണായക പങ്കുവഹിക്കാൻ തേജസ് മാർക്ക് 2 ഒരുങ്ങിക്കഴിഞ്ഞു. മുൻഗാമികളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ശ്രേണി, പേലോഡ്, ഏവിയോണിക്സ് എന്നിവയുള്ള ഒരു മൾട്ടി റോൾ ഫൈറ്റർ ആയിട്ടാണ് തേജസ് മാർക്ക് 2 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജഗ്വാർ, MiG-29, മിറാജ് 2000 തുടങ്ങിയ പഴയ വിമാനങ്ങളെ മാറ്റി സ്ഥാപിക്കാനാണ് തേജസ് മാർക്ക് 2 എത്തുന്നത്. ഇതുപോലെയുള്ള ഇന്ത്യയുടെ പ്രതിരോധ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.